പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കപ്പെട്ടതുപോലെ മനുഷ്യചരിത്രത്തിൽ മറ്റാരും ആദരിക്കപ്പെടുകയോ സ്നേഹിക്കപ്പെടുകയോ ചരിത്രത്തിൽ ഇന്നും എന്നും അത് തുടരുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ തിരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപ്രതീക്ഷിതമായ മടക്കം അതൊരു ജനതയിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചുള്ള അറിവ് ഏറ്റവും നന്നായി റബ്ബിനാണുള്ളത് എന്നതുകൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നൊരു ജനത അവർക്ക് പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനകൾ പല രീതിയിൽ റബ്ബും റബ്ബിൻ്റെ റസൂലും നൽകിയിട്ടുണ്ട് എന്നത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഉഹദ് മലയുടെ മുകളിൽ നിന്ന് ശത്രുവിൻ്റെ അസ്ത്രങ്ങൾ ഓരോന്നും തിരുദൂതരുടെ നേരെ തിരിഞ്ഞു നിന്നപ്പോൾ പ്രവാചകന്റെ ചുറ്റും മനുഷ്യമതിൽ തീർത്ത സഹാബത്തിന്റെ ചരിത്രം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാകുമ്പോൾ, പെട്ടെന്ന് വിയോഗിതനാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ആഘാതം എത്രമേൽ വലുതായിരിക്കും എന്നത് പഠിക്കാൻ. അവരുടെ ശരീരങ്ങളിലേറ്റ അസ്ത്രങ്ങൾ കാരണം അവരുടെ മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ ശരീരം അമ്പുകൾക്ക് മുകളിൽ ഇങ്ങനെ മണ്ണ് തൊടാതെ നിൽക്കുന്ന രംഗം ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ട്. അനസ് ബിൻ നദീർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ വന്ന് അനസ് ബിൻ നദീർ റളിയല്ലാഹു അൻഹുവിന്റെ ബോഡി തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന്റെ മൂതിരവിരലിലെ ഒരടയാളം കാണിച്ചിട്ടാണ്. ഇതെന്റെ ഇക്കാക്കയാണ് നബിയെ എന്ന് സന്തോഷപൂർവ്വം ആ രക്തസാക്ഷിയുടെ പെങ്ങൾ ഒന്ന് പറയുന്നത്. അപ്പം അത്രയും ആത്മാർത്ഥമായി തിരുനബിയെ സ്നേഹിച്ച ജനതക്ക് അള്ളാഹു കൊടുത്ത ആദ്യത്തെ തിരിച്ചറിവായിരുന്നു ഉഹദ് രണഭൂമിയിൽ പ്രവാചകൻ വഫാത്തായി എന്ന് പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ഭയവിഹ്വലരായി തിരിഞ്ഞോടിയ മനുഷ്യരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, പ്രവാചകൻ ലക്ഷോപലക്ഷം പ്രവാചകന്മാരിലെ ഒരു ദൂതൻ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ, പ്രവാചകന് മുൻപും പ്രവാചകന്മാർ എത്രയോ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതില, അദ്ദേഹം മരണപ്പെടുകയോ അദ്ദേഹം കൊല്ലപ്പെടുകയോ ചെയ്താൽ എന്ന പ്രയോഗം. ഇപ്പോൾ പ്രവാചകൻ വഫാത്താകും എന്നവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഒന്നുകൂടി വ്യക്തമായി ഇന്നക മയ്യിത്തുൻ ഫഇന്നഹും മയ്യിത്തൂൻ, അങ്ങ് വഫാത്താകും നബിയെ, അങ്ങേപോലെ സർവരും മരണപ്പെട്ടു പോകും എന്ന പ്രയോഗം. മാത്രല്ല വിശുദ്ധ ഖുർആനിലെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, വിജയവും സഹായവും വന്നിരിക്കുന്നുവെന്ന വചനമിറങ്ങിയപ്പോൾ ആ വചനത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ഒരു ചർച്ച നടക്കുന്നുണ്ട്. മഹാനായ പ്രവാചകന്റെ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നെ ബദറിൽ അടക്കം ഇസ്ലാമിനെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആളുകളുടെ സദസ്സിൽ എന്നെ കൊണ്ടേയിരുത്താറുണ്ടായിരുന്നു. ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ വളരെ മുതിർന്ന ആളുകൾക്കിടയിലൊക്കെ ഉമർ റളിയല്ലാഹുവിന്റെ സമശീർഷരായ അദ്ദേഹത്തിന്റെ കാലത്തുള്ള അദ്ദേഹത്തിന്റെ പ്രായമുള്ള ആളുകൾക്കരികിൽ അവരുടെ ഇടയിൽ ഒരു കുഞ്ഞു കുട്ടിയെ കൊണ്ടുപോയി ഇരുത്തുകയും ഉമർ റളിയല്ലാഹുവിനെ ആദരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നതാണ്, ലിമ തുദ്ഖിലു ഹാദാ മഅനാ വലനാ അബ്നാഉൻ മിസ്ലഹു, ഇബ്നു അബ്ബാസിനെ പോലെ നമുക്ക് മക്കളില്ലേ, പിന്നെ എന്തിനാണ് ഇബ്നു അബ്ബാസിനെ അങ്ങ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുമായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനൊരു ചിരിയാണ് മറുപടി കൊടുക്കുക. ഒരു ദിവസം അദ്ദേഹം പറയാണ്, എന്നോട് അദ്ദേഹം ചോദിച്ചു ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് അവരോടൊക്കെ ചോദിച്ചു. അപ്പോ അവരതിന് കൊടുത്ത ഉത്തരം, നമുക്ക് കോട്ടകളും കൊട്ടാരങ്ങളും സിംഹാസനങ്ങളും അതിജയിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വിജയിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവെ സ്തുതിക്കണമെന്നും അവനെ പ്രകീർത്തിക്കണമെന്നുമാണ് പറയുന്നത്. ഉടനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, ഇബ്നു അബ്ബാസ് അങ്ങ് എന്തു പറയുന്നു? അദ്ദേഹം പറഞ്ഞു, അത് പ്രവാചകന്റെ വിയോഗത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഇസ്ലാമിന്റെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു എന്ന അറിയിപ്പ് നൽകുകയാണ്. അദ്ദേഹത്തെ സത്യപ്പെടുത്തി കൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സംസാരിച്ചു എന്നാണ്. ഞാൻ പറയുന്നത്, പല രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് ആ ജനതയെ അള്ളാഹു ഇങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി പ്രവാചകൻ തിരുമേനിയാണെങ്കിലോ, പ്രവാചക തിരുമേനി ഒരു ദിവസം ഫാത്തിമാനെ വിളിക്കുകയാണ്. താനുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ പ്രത്യേകം അത് ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഫാത്തിമ ബീവി പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ്. തംഷി കഅന്ന
മഷിയതഹ മഷിയു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ അതേ നടത്തായിരുന്നു ഫാത്തിമ ബീവിയുടെ നടത്തം. അപ്പൊ ഫാത്തിമ ബീവി പ്രവാചകനെ പോലെ അങ്ങനെ നടന്നു വരുമ്പോ പ്രവാചകൻ വിളിക്കുകയാണ്. ആരെ വിളിക്കണേ? കുട്ടികളൊക്കെ ഉള്ള കല്യാണം കഴിച്ച മോളെയാണ് ഈ വിളിക്കണത്. മർഹബയ്യ ബിൻതി, എന്റെ മോളെ ഇങ്ങോട്ട് വാ. സുമ്മ അജ്ലിസഹ അൻ യമീനിഹി, പ്രവാചകൻ തന്റെ വലതുഭാഗത്തിരുത്തി, അല്ലെങ്കിൽ ഇടതുഭാഗത്താണ് ഇരുത്തിയത്. റിപ്പോർട്ട് ചെയ്ത സ്വഹാബി ശരിക്കും ഓർമ്മയില്ലാത്തതുകൊണ്ട് പറയാണ്, ഇടത്തോ വലത്തോ റസൂലുള്ളാഹി ഇരുത്തി. സുമ്മ അസറ ഇലൈഹ ഹദീസൻ, പിന്നെ അവരുടെ ചെവിയിൽ എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു. ഫബക്കത്, അപ്പൊ അവര് കരഞ്ഞു. ഫഖുൽതു ലഹ ലിമ തബ്കീൻ, ആയിഷ ബീവി ചോദിക്കാണ്, ഇപ്പുറത്ത് ആയിഷ ബീവി ഉണ്ട്, എന്തേ നിങ്ങൾ കരയണത് എന്ന് ഞാൻ ചോദിച്ചു. സുമ്മ അസറ ഇലൈഹ ഹദീസൻ, വീണ്ടും പ്രവാചകൻ ചെവിയിൽ എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു. ഫളഹിക്കത്, അപ്പൊ അവര് ചിരിച്ചു. ഫസഅൽതുഹ, അപ്പോഴും ഞാൻ ചോദിച്ചു എന്താണ് റസൂലുള്ളാഹി പറഞ്ഞത് എന്ന്. അപ്പോ അവര് പറഞ്ഞു ഞാൻ പ്രവാചകൻ പറഞ്ഞൊരു രഹസ്യവും ഞാനിപ്പോ പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ വഫാത്തായി, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രവാചകൻ വഫാത്തായി. അന്ന് എന്നോട് പ്രവാചകൻ പറഞ്ഞത് ഇതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി പിന്നെ പറയാണ്, ഇന്ന ജിബ്രീല കാന യുആരിദുനി അൽ ഖുർആന കുല്ല സനത്തിൻ മറത്തൻ, എല്ലാ വർഷവും ജിബ്രീൽ എൻ്റെ അടുത്ത് ഒരു തവണ വന്നിട്ടാണ് ഖുർആൻ ആദ്യാവസാനം ബോധിപ്പിക്കാറുള്ളത്. എന്നാൽ ഫഖദ് ആറളനി, ഈ വർഷം എൻ്റെ അടുത്ത് അൽ ആമ മറത്തൈനി, ഈ വർഷം 2 വട്ടം എന്നെ വന്ന് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി മനപ്പാഠം ഉറപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഞാൻ കാണുന്നത്? വല ഉറാഹു ഇല്ല ഹളറ അജലി, അതിൽ നിന്ന് എൻ്റെ മരണം അടുത്തിട്ടുണ്ട് മോളെ, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വന്തം മകൾക്ക് മനോധൈര്യം പകരുകയും മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയുമാണ് പ്രവാചകൻ. അപ്പോഴാണ് അവർ കരഞ്ഞത്. പിന്നെയോ, നീ സയ്യിദത്തായി, വനിതകളുടെ നേതാവായി നീ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കും, ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് നീയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവര് ചിരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മരണത്തിലേക്കുള്ള ആ വഴിദൂരങ്ങളെ വളരെ മനോഹരമായി അനുയായികളെ ബോധ്യപ്പെടുത്തി പോയതിന്റെ മറ്റൊരു ഉദാഹരണമാണ് മുആദ് ബിൻ ജമലിനെ യമനിലേക്ക് പറഞ്ഞേക്കാണ്. മുആദ്, നിങ്ങൾ ചെല്ലുന്ന ജനതയിൽ നിങ്ങൾ ആദ്യം അവരോട് പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ജനതയുടെ മുഖ്യ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അവരെ നിങ്ങൾ തൗഹീദിലേക്ക് ക്ഷണിക്കണം. അവരത് ഉൾക്കൊണ്ടാൽ അവരോട് നമസ്കാരം പഠിപ്പിക്കണം. അത് ഉൾക്കൊള്ളാതെ അവരെ നമസ്കാരം പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അവർ നമസ്കരിച്ചിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ തൗഹീദിനെ അവന് മാത്രമേ ആരാധനയുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ നേർച്ചയുള്ളൂ, അവനെ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഉൾക്കൊള്ളാത്തൊരു ജനത നിസ്കരിച്ചാലും ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. എന്നിട്ട് അവര് ആ നിസ്കാരം അംഗീകരിച്ചാൽ അവർ നീ സക്കാത്തിന്റെ കാര്യം പഠിപ്പിക്കണം. സക്കാത്തൊക്കെ പിടിച്ചെടുക്കുമ്പോ ശ്രദ്ധിക്കണം, എന്താ, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും. അപ്പൊ മുആദ് ഒട്ടകപ്പുറത്താണ്. ഒട്ടകം ഇങ്ങനെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ മുആദിനെ പിടിച്ചു നിർത്തി പറയുന്നുണ്ട്, പിന്നെ മുആദ്, അങ്ങ് തിരിച്ചു വരുമ്പോ ഒരുപക്ഷെ ഞാൻ ജീവിച്ച് ഇരിക്കാൻ സാധ്യതയില്ല. എന്നല്ല, വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബ്രി, ഈ പള്ളിമുറ്റത്തു കൂടെ എന്റെ ഖബറിന്റെ അടുത്തുകൂടെ അങ്ങ് നടക്കും. മുആദിന്റെ കണ്ണുകൾ അന്ന് നിറഞ്ഞു. മുആദ് അന്ന് കരഞ്ഞു. തന്റെ പ്രവാചകനെ ഒരിക്കൽ കൂടി നോക്കി അദ്ദേഹം തന്റെ കണ്ണ് നിറച്ച് ഹൃദയത്തിലേക്ക് ആ പ്രവാചകനെ ഏറ്റെടുത്ത് മുആദ് അങ്ങ് യമനിലേക്ക് പുറപ്പെട്ടു. പ്രവാചകൻ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നെഞ്ചകത്തേറ്റി അദ്ദേഹം അങ്ങോട്ട് പുറപ്പെടുകയാണ്. ഇനി മാത്രല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളെ മൊത്തത്തിൽ ഈ മരണത്തിലേക്ക് ഇങ്ങനെ അടുക്കുമ്പോ പിന്നെയും പറയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇർമിയൽ ജംറ, ജംറയിൽ പ്രവാചകൻ ഹജ്ജിന്റെ ഇടയിൽ എറിഞ്ഞു. വഹു അലാ ബഈരിഹി, തന്റെ ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് ജംറയിലേക്ക് പ്രവാചകനെ എറിയുകയാണ്. വഹുവ യഖൂൽ, ആൾക്കൂട്ടം ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കെ പറയുന്നുണ്ട്, അയ്യുഹന്നാസ് ഖുദൂ മനാസികക്കും, ജനങ്ങളെ, ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ നേരെ നോക്കിയെടുക്കണം. എങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് എന്നത് നിങ്ങൾ സൂക്ഷ്മമായി നോക്കിയെടുക്കണം. കാരണം ഒരുപക്ഷെ ഈ വർഷത്തിന് ശേഷം അടുത്തൊരു ഹജ്ജ് കാലത്ത് ഞാൻ ജീവിച്ചിരുന്നോളണമെന്നില്ല. ഉമ്മത്ത് അതിൽ നിന്ന് പഠിക്കേണ്ട പാടുണ്ട്. ഉമ്മത്തിന്റെ ഇബാദത്തുകളെ, ഉമ്മത്തിന്റെ ആരാധനകളെ, ഉമ്മത്തിന്റെ അനുഷ്ഠാനങ്ങളെ അവർ പ്രവാചകനിൽ നിന്നാണ് എടുക്കേണ്ടത്. അവർക്ക് തോന്നിയതുപോലെ തോന്നുന്ന നേരത്ത് തോന്നുന്ന ക്രമത്തിൽ സ്വീകരിച്ചുകൂടാ എന്ന പാഠവും കൂടിയുണ്ട്. ഒരു കല്ലെറിയുന്നിടത്ത് പോലും പ്രവാചകൻ അത് ഓർമ്മിപ്പിക്കുകയാണ്.
ഈ കല്ലെറിയുന്ന നേരത്താ പറയണത്, ഞാൻ ഒരു പക്ഷേ ഇനി അടുത്തൊരു ഹജ്ജിന് വന്നുകൊള്ളണമെന്നില്ല, ഞാൻ ജീവിച്ചിരുന്നു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഹജ്ജിലുടനീളം നിർവഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷ്മമായി പഠിച്ചിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ മരണത്തിന്റെ ദിനങ്ങളിലേക്ക് അടുക്കുമ്പോൾ പ്രവാചകൻ ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഒരു രാവിൽ പ്രവാചകൻ ഉഹദിലേക്ക് പോവാണ്. ഉഹദിൽ രക്തസാക്ഷിത്വം വരിച്ച മനുഷ്യരോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. നിങ്ങളിലേക്ക് ഞങ്ങളും ചേരും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ഉഹദിന്റെ രണഭൂമിയിൽ ശത്രുവിന്റെ മുന്നിൽ തനിക്ക് മനുഷ്യമതിൽ തീർത്ത് മരിച്ചു വീണ മനുഷ്യർക്ക് വേണ്ടി തിരുസ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരുമില്ലാത്ത രാവിലെ ഇങ്ങനെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി ഒരുപാട് നേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ ഒരു ഖബറും ഒരു ചാണിന് മേലെ പൊങ്ങിയിരുന്നില്ല, അവിടെ ഒരു വിളക്കും കത്തിയിരുന്നില്ല, അവിടെ ആരും യാഹുല ബദർ, രക്ഷിക്കണേ ബദരീങ്ങളെ എന്ന് പ്രാർത്ഥിച്ചിരുന്നില്ല, ഉഹദീങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നില്ല, ഇന്നുമില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല എന്ന് നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അങ്ങനെ പ്രവാചകൻ ബഖീഉൽ ഗർഖദിൽ പോയി, പ്രവാചകൻ ബദരീങ്ങളെ മറവ് ചെയ്തെടുത്തു പോയി. ആ മരണത്തിന്റെ മുന്നേയുള്ള ദിവസങ്ങളിൽ അതൊക്കെ ചെയ്തു. മാത്രല്ല പ്രവാചകൻ അൻസാറുകളുടെ കാര്യം പ്രത്യേകം പറഞ്ഞു. അൻസാറുകളെ നിങ്ങൾ പ്രത്യേകം പരിപാലിക്കണം. ആളുകൾ കൂടി വരികയാണ്, അൻസാറുകൾ കുറഞ്ഞു വരികയാണ്. പ്രവാചകൻ അന്നത്തെ ജാഹിലിയ കാലഘട്ടത്തിലെ ഹജ്ജിന്റെ ദിവസം 85 ഗോത്രങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ എന്റെ സംരക്ഷണം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. 85 ഗോത്രങ്ങളും സ്വീകരിച്ചില്ല. തൗഹീദിന്റെ സന്ദേശം ജനം പെട്ടെന്ന് സ്വീകരിച്ച് എല്ലാവരും പൂമാലയിടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 85 ഗോത്രങ്ങളുമായി സഹായത്തിന് യാചിക്കുന്ന പ്രവാചകനെ നമുക്ക് കാണിച്ചു തരുന്നത് എന്തിനാണെന്നറിയോ? അള്ളാഹ്ക്ക് വേണമെങ്കിൽ പെട്ടെന്ന് മദീനയിലെ ആളുകളായിട്ടുള്ള ഒരു സംഭാഷണം ഏർപ്പെടുത്തിയിട്ട് നേരെ മദീനയിലേക്ക് വിട്ടാൽ മതിയായിരുന്നല്ലോ. അല്ല, ആ പ്രക്രിയയിലൂടെ കടന്നുപോയി 85 ഗോത്രങ്ങളുടെ മുന്നിൽ സഹായം ചോദിച്ചു ചെന്നു. ഉമ്മാന്റെ കുടുംബക്കാര് ത്വായിഫിലെ മനുഷ്യരെടുത്ത് സഹായം ചോദിച്ചു ചെന്നു. ത്വായിഫിലെ മനുഷ്യർ സഹായം നിഷേധിക്കുക മാത്രമല്ല ചെയ്തത്, കല്ലെറിഞ്ഞു, കൂക്കി വിളിച്ചു, ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. ഓടി 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 ഒരു മുന്തിരിത്തോട്ടത്തിന്റെ അരികിൽ ഈത്തപ്പന മരത്തിന്റെ താഴെ ശത്രുവിനെ കാണാതെ ഒളിഞ്ഞിരുന്നു. അല്ലേ? അപ്പോഴാണ് മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട പർവ്വതത്തിന്റെ ഉത്തരവാദിത്തമുള്ള മലക്ക് വരുന്നത്. അള്ളാഹുവിന്റെ അടുത്തുനിന്ന് വരികയാണ്, ഞാൻ ഈ മല നിങ്ങളുടെ നേരെ ആക്രമിച്ചവരുടെ മുകളിൽ ത്വായിഫ് മല തള്ളിയിടാൻ വേണ്ടി പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ചെയ്യാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ എന്താ അറിയോ? അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ പിൻതലമുറകളിൽ നിന്ന് തൗഹീദിന്റെ ശബ്ദമുയർത്തുന്ന, തൗഹീദിനെ സംരക്ഷിക്കുന്ന, അതിനെ പരിപാലിക്കുന്ന മനുഷ്യരുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ നിങ്ങൾ, 85 ഗോത്രങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് കടമ്പകൾ എന്തിനാ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്തത്? നിങ്ങൾക്ക് തൗഹീദ് ഇഷ്ടമാണെങ്കിൽ, എനിക്ക് റബ്ബ് മാത്രം മതി എന്ന് പറയുന്ന സന്ദേശം ഇഷ്ടമുള്ള ഒരാൾ എന്ന നിലക്ക് നിങ്ങൾക്ക് തുറിച്ചു നോട്ടങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് ബഹിഷ്കരണങ്ങൾ ഉണ്ടാകും, നിങ്ങൾ ആക്ഷേപിക്കപ്പെടും, നിങ്ങൾക്കില്ലാത്ത വാദങ്ങൾ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് നിങ്ങളെ ജനം വേട്ടയാടും. ഉറപ്പാണ്, അത് പഠിക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലെ? ആ നേരങ്ങളിലൊക്കെ പിടിച്ചു നിന്ന റസൂലുള്ളാഹിക്ക് സംരക്ഷണം കൊടുത്തത് അൻസ്വാറുകളാണ്, മദീനയിലെ അൻസ്വാറുകളാണ്. അവര് സഹായിച്ചവർ എന്ന് പിന്നീട് അറിയപ്പെട്ടു. അങ്ങ് യസ്രിബിലേക്ക് വരൂ എന്ന് പറഞ്ഞു. ആ അൻസാറുകൾക്ക് വേണ്ടി പ്രവാചകൻ സംസാരിച്ചു. മരണത്തിന്റെ തൊട്ടുമുന്നുള്ള ദിവസങ്ങളിൽ പ്രവാചകൻ പറഞ്ഞു, അൻസാറുകൾ കുറഞ്ഞു വരികയാണ്. നാടിന്റെ നാനാദിക്കുകളിൽ നിന്നും ഇസ്ലാം വിജയിച്ച് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുമ്പോ, മദീനയിൽ വന്നവർ താമസക്കാരാക്കുമ്പോ, മദീനയുടെ ഉടമസ്ഥരായ, മദീനയുടെ അവകാശികളായ, ഈ മണ്ണിൽ എനിക്ക് സ്നേഹത്തിന്റെ കൂടൊരുക്കിയ എന്റെ അൻസാറുകൾ, അവർ മരിച്ചു തീരുന്നു, അവരെണ്ണം കുറയുകയാണ്, അവരെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ മരണത്തിന്റെ ദിനങ്ങളിലേക്ക് റസൂലുള്ളാഹി ഇങ്ങനെ അടുക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരണകാരണമായി മാറിയത് നമുക്കൊക്കെ അറിയുന്നത് പോലെ തിരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരണത്തിന്റെ കാരണമായി മാറിയത് ഉഹദിൽ നിന്ന് പ്രവാചകൻ അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്ന ആ വിഷവസ്തുവായിരുന്നു. ഉഹദിൽ നിന്ന് പ്രവാചകൻ കഴിച്ചിട്ടുള്ള മാ അസാലു അജിദു അലമുത്തഅമില്ലദീ അകൽതു ബി ഖൈബർ, ഖൈബറിലെ ജൂത സ്ത്രീ എനിക്ക് വിഷം കലർത്തി തന്ന ആ ഭക്ഷണത്തിന്റെ, ആ വിഷത്തിന്റെ വേദന ഞാനിപ്പോൾ ഈ തൊണ്ടയിൽ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. ഫഹാദ അവാനുൻ വജത്തു ഇൻഖിതാ അബ്ഹരി, എന്റെ
തൊണ്ടക്കുഴി മുറിഞ്ഞു പോകുന്ന വേദന ഞാനിപ്പോൾ ആ വിഷത്തിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. സഫർ 28 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജനാസയുടെ കൂടെ പോകുമ്പോഴാണ് ആദ്യമായി രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നത്. എന്നാൽ രോഗിയായി പ്രവാചകന് പനി ബാധിച്ച് വിഷമങ്ങൾ ബാധിച്ച് 11 ദിവസം മദീന പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി നിസ്കരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ദിവസങ്ങൾ അടുക്കുമ്പോൾ പ്രവാചകൻ പിന്നീട് പറയുന്നുണ്ട്, ഇന്ന അബദൻ ഖയ്യറല്ലാഹു ബൈന അൻ യുതീഹി മിൻ സഹറത്തി ദുനിയ മാ ശാഅ വബൈന മാ ഇൻദഹ്. ഒരടിമക്കല്ലാഹു ദുനിയാവിലെ മുഴുവൻ സുഖ സൗകര്യങ്ങളുടെയും ഒരു ലോകവും വാഗ്ദാനം ചെയ്തു, അവനിലേക്കുള്ള മടക്കം മരണവും വാഗ്ദാനം ചെയ്തു. ഫഖ്താറ മാ ഇൻദഹു, ആ അടിമ അള്ളാഹുവിലേക്ക് ഉള്ള തിരിച്ചുപോക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഫബഅക അബൂബക്കർ. പ്രവാചകൻ ഇത് മിമ്പറിൽ എന്ന് പറയുമ്പോൾ അബൂബക്കറിന്റെ നേരിയ ശബ്ദത്തിലുള്ള കരച്ചിൽ സ്വഹാബത്ത് ശ്രദ്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫദൈനാക ബിആബാഇനാ വഉമ്മഹാതിനാ, അങ്ങേക്ക് പകരം ഞങ്ങളുടെ മാതാപിതാക്കളെ പകരം കൊടുക്കാൻ സജ്ജമായ ഒരു ജനതയാണ് ഞങ്ങൾ. ഫഅജ്ജൽനാ ലഹു ഫഅജബ്നാ ലഹു. ഉറക്കെ കരഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് പറയുമ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. പിൽക്കാലത്ത് വന്ന സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾ അത്ഭുതപ്പെട്ടുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അവർ പറയാണ്, വബൈനഹുമാ ഇൻദഹു വഹുവ യഖുൽ ഫദൈനാക ബിആബാഇനാ വഉമ്മഹാതിനാ ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ മുഖയ്യിർ വകാന അബൂബക്കർ അഅലമുനാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത് ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് അബൂബക്കർ ആയിരുന്നു. എന്നാൽ അബൂബക്കറിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു ഇതെന്ത് മനുഷ്യനാണ്, ഈ വയസ്സായ മനുഷ്യൻ എന്താണ് ഇങ്ങനെ കരയുന്നത് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് കൊടുത്ത ഉത്തരം, ഇന്നമൻ എന്റെ ഉമ്മത്തിൽ ഞാൻ വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ഗൈറ റബ്ബി ലത്തഖൽതു അബൂബക്കർ ഖലീല, ഞാൻ ഖലീലായി റബ്ബിനെ അല്ലാതെ മറ്റാരെങ്കിലും തെരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ ഞാൻ അബൂബക്കറിനെ തെരഞ്ഞെടുക്കുമായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. പിന്നെ തിരു റസൂലുള്ളാഹ് ബെഡിലേക്ക് അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിലേക്ക് ചുരുങ്ങാണ്. പിന്നെ ഫാത്തിമ ബീവിക്ക് പ്രത്യേക ഉപദേശം കൊടുത്തു. ഹുസൈനെയും വിളിച്ച് പ്രത്യേക ഉപദേശം കൊടുത്തു. പ്രവാചകൻ അടിമകളുടെ കാര്യം പ്രത്യേകം പറഞ്ഞു. നിങ്ങളുടെ കൈകളിലുള്ള അടിമകളെ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലിന്റെ കാലത്ത് യുദ്ധത്തിൽ പിടിക്കപ്പെട്ടാൽ ഇസ്ലാമിലെ പോരാളികളെ പിടിച്ചാലും ആളുകൾ അടിമകളാക്കി വെക്കുമായിരുന്നു. അതുകൊണ്ട് നിരുപാധികം ഇസ്ലാം അടിമത്ത നിരോധനം നടപ്പിലാക്കിയില്ല. മറിച്ച് അടിമത്ത നിരോധനം ഇസ്ലാം ഇബാദത്തിന്റെ ഭാഗമായി, നന്മകളുടെ ഭാഗമായി നടപ്പിലാക്കി. അതുകൊണ്ട് ആവശ്യമുള്ള അടിമകൾക്ക് മോചിതരാകാനുള്ള അവസ്ഥ ഉണ്ടായി. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ ഗവർണർമാരായി മരിച്ച അടിമകളെ കാണാം, സൈന്യാധിപന്മാരായി മരിച്ച അടിമകളെ കാണാം, വിശ്വഗ്വരന്മാരായി മരിച്ച അടിമകളെ കാണാം. ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച് തന്നെ അടിമയാക്കി വെച്ചിരുന്ന വ്യക്തിയുടെ ഗുരുനാഥനായി അയാൾ ആദരിക്കുന്ന ഉസ്താദായി മരിച്ച പിന്നെ അടിമകളിൽപ്പെട്ട വ്യക്തികളെ കാണാം. മനുഷ്യ ചരിത്രത്തിൽ അടിമത്ത മോചനത്തിന്റെ ചരിത്രത്തിൽ അബ്രഹാം ലിങ്കന്റെ അടിമത്ത മോചന കഥ നമുക്കറിയാം. ഒറ്റ ദിവസം നിയമനിർമ്മാണത്തിലൂടെ അടിമകളെ മോചിതരാക്കിയപ്പോൾ അടിമകൾ സമരം ചെയ്തു. ജീവിക്കാൻ വകയില്ല, ഞങ്ങൾക്ക് യജമാനന്മാരുടെ കീഴിൽ തന്നെ ജീവിച്ചാൽ മതിയെന്ന്. പക്ഷേ ഇസ്ലാമിക് ചരിത്രം അത്ഭുതകരമായത് രേഖപ്പെടുത്തി. അതുകൊണ്ടാ മരിക്കാൻ നേരത്ത് നിങ്ങളുടെ കീഴിലുള്ള അടിമകളെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ ഓരോന്നും ഉപദേശിച്ചു. അവസാനം മരണത്തിന്റെ അവസാന സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തിന് വിധേയമാകുന്നത് ആ ജൂതപ്പെണ്ണ് കൊടുത്ത ഭക്ഷണ വസ്തുവിലെ വിഷം അത് തൊണ്ടയിൽ കുടുങ്ങി അള്ളാഹു ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ശരീരത്തിലേക്ക് ഫലിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. മരണത്തിന്റെ കാരണമായി മാറിയത് അതായിരുന്നു. ഉറ്റാലോചിക്കാൻ വേണ്ടി സ്വന്തം മനസ്സുകൊണ്ടും മനസ്സാക്ഷി കൊണ്ടും തലച്ചോറ് കൊണ്ടും നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ആ ഭക്ഷണ വസ്തുവിൽ വിഷമുണ്ടായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മളെ നാട്ടിലെ ചില വ്യക്തികളൊക്കെ കുറിച്ച് വിശ്വസിക്കണം എന്താ, ഒരു ഇന്നുള്ളതറിയും, നാളുള്ളതറിയും, മറ്റന്നാളുള്ളതറിയും. എന്നിട്ട് നമ്മളെ പ്രശ്നം ചോദിക്കാനും പറയുന്ന ഓരോരുത്തർക്കും പായലാണ്. മാലക്കെന്താ കുഴപ്പം, ഏടുകൾക്ക് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കും. എന്താ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാനുള്ള കഴിവ് ഔലിയാപ്പാപ്പാക്ക് ഉണ്ട് എന്നാ വിശ്വസിക്കണത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ കഴിവുണ്ടായിട്ടില്ല.
ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടായിട്ട് ബിഷർ എന്ന സ്വഹാബിയെ മരിക്കാൻ വിടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് ബിഷറിന്റെ ഉമ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വരുന്നുണ്ട് അല്ലെ, എന്റെ ഇന്നത്തെ വായനയിലാണ് അത് പെട്ടത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അവര് വന്നിട്ട് പറയണ്ട്, നബിയെ വേറൊന്നുമല്ല, അന്നത്തെ ജൂതന്റെ തന്ന വിഷമാണ് അങ്ങ് അനുഭവിക്കുന്നത്. അവരുടെ കുട്ടി ഈ വിഷം കഴിച്ചു മരിച്ചിരുന്നു എന്ന ഹദീസിൽ കാണാം. അതെ, അതാണ് എന്ന് പ്രവാചകൻ അവിടെ സമ്മതിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കണം. ചരിത്രങ്ങൾ കേൾക്കുന്നത് ചരിത്രം ഗുരുനാഥനാവാൻ വേണ്ടിയാണ്. മാത്രല്ല, ഈ സന്ദർഭത്തിൽ വഫാത്തിന്റെ അവസാന മണിക്കൂറുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും പറയുന്നുണ്ട്, എന്താ, ഖാതലല്ലാഹു യഹൂദ ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ ഖാതലല്ലാഹു ലഅനല്ലാഹു യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ. ജൂത ക്രൈസ്തവർ അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്താ കാരണം? അവരവരുടെ അമ്പിയാക്കളുടെ ഖബറിടങ്ങളെ അവര് ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. അള്ളാഹിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ ഈസ ഇബ്നു മറിയമിനെ, അദ്ദേഹത്തെ തന്നെ ഇലാഹാക്കി ആരാധിക്കുകയാണവർ. ഉസൈറിനെ ഇലാഹാക്കി ആരാധിക്കുകയാണവർ എന്ന് പറയാണ്. എന്നിട്ട് ലാ തജഅലു ഖബരി വസന യുഅബദ്, നിങ്ങൾ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്. സംസാരിക്കാനുള്ള ശേഷിയില്ലാത്ത സമയത്ത് ആയിഷ ബീവി പ്രവാചകന്റെ ചുണ്ടിലെ ചലനങ്ങളിൽ നിന്ന് ആ ശബ്ദത്തെ ഒപ്പിയെടുത്ത് മനുഷ്യ ചരിത്രത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണിത്. ലാ തജഅലു ഖബരി ഈദ, എന്റെ ഖബറിടത്തെ നിങ്ങൾ ഒരിക്കലും ആഘോഷ സ്ഥലമാക്കരുത്. ഈദ് എന്ന് അറബി പറയും, ഉറൂസ് എന്ന് അതിന് ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. നിങ്ങളെ ഒന്നുമില്ല, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുക്കുക, ഈദ് എന്ന് കൊടുക്കുക, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഭാഷ ഉറുദു എടുക്കുക, അവിടെ ഉറൂസ് നിങ്ങൾക്ക് കാണാം. ഉറൂസ് അല്ല, ഉറൂസാണ്. മനസ്സിലായില്ലേ? അപ്പോ നിങ്ങൾ എന്റെ ഖബറും പുറത്ത് ഉറൂസ് നടത്തരുത് എന്ന് പറഞ്ഞു വഫാത്തായി പോയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനതയ്ക്കിപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നത് സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിയും. ഓരോ സന്ദർഭത്തിലും മരണത്തിന്റെ 3 ദിവസം മുമ്പ് പ്രവാചകൻ പറയുന്നുണ്ട്, എന്താ, അള്ളാഹുവിനെ കുറിച്ച് സദ്വിചാരങ്ങളോടെ അല്ലാതെ നിങ്ങൾ ഒരിക്കലും മരണപ്പെട്ടു പോകരുത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആരാധനകളും അനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്, പെട്ടെന്നാണ് ഒക്കെ പോണത്. ഇപ്പൊ വയനാടൊക്കെ പോയപ്പോ നമ്മൾ ഒരുപാട് ആളുകളെടുത്ത് കണ്ടൊരു കാഴ്ചയായിരുന്നത്. ഉള്ളതെല്ലാം പോയപ്പോ എന്തേ എന്റെ പടച്ചോൻ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് ചിന്തിക്കണ മനുഷ്യർ ആലോചിക്കണില്ല. ഈ നഷ്ടപ്പെട്ടതിന് മുഴുവൻ അൽഹംദുലില്ലാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബത്തി എന്ന ഒറ്റ വാക്കുകൊണ്ട് സ്വർഗ്ഗം കിട്ടണേ തൗഹീദുള്ള മനുഷ്യർക്ക്. അപ്പൊ നമ്മളൊക്കെ ആലോചിക്കണം, ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുമ്പോ എന്റെ റബ്ബെന്നെ എന്തേ ഇങ്ങനെ ചെയ്തു എന്ന് ആലോചിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ചിലപ്പോൾ ദീർഘമായ കാലം അങ്ങനെ രോഗശയ്യയിൽ കിടക്കും. ഒരിക്കലും ആലോചിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുതെന്ന. രോഗസന്ദർശനത്തിന് പോകുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. പാടത്തും പറമ്പിലും ഉള്ള അണ്ടിന്റെയും എന്താ പറയാ അടക്കന്റെയും വായന്റെയും കാര്യമല്ല, അതൊന്നും മുണ്ടണ്ടെന്നല്ല ഞാൻ പറയണേ. അദ്ദേഹത്തിന് അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോ വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ല, എന്നാലും ഹൈറാണടാ. കൂട്ടുകാരൻ പോയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്, എന്നെ നോക്കാൻ എൻ്റെ മക്കളില്ലേ, എത്ര കാലമായി അവര് നിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ നോക്കണ്. അപ്പൊ ചിലപ്പോ ചിലതൊക്കെ പറയുമ്പോ അതൊക്കെ സമ്മതിച്ചെടുത്ത് പോരല്ല. മക്കളെ വിളിച്ചിട്ട് ഞാൻ ചെന്നപ്പോ വാപ്പ അങ്ങനെ പറഞ്ഞു, ശരി തന്നെയാണ്, നിങ്ങൾ ഒരുപാട് നോക്കുന്നുണ്ട്, ആ കിടത്തത്തിൽ എത്ര നോക്കിയാലും ആകൂല, എന്നാലും വാപ്പാന്റെ കാര്യം കുട്ടികൾ ശ്രദ്ധിക്കണം. അതാണ് രോഗസന്ദർശനം. അല്ലാതെ മരിക്കാനായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് പോയിട്ട് അയാൾക്ക് പിന്നെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ല പറയേണ്ടത്. ഈ പടച്ചോനെ മറക്കരുതട്ടടാ എന്ന് കൂട്ടുകാരൻ പോയി പറഞ്ഞു കൊടുക്കണം. കടത്തിണ്ണയിൽ ദീർഘമായ കാലം ഒന്നിച്ചിരുന്ന് രാഷ്ട്രീയം പറഞ്ഞവരും കുടുംബകാര്യം പറഞ്ഞവരും ഒക്കെ ഉണ്ടാകും. അവരെടുത്ത് രോഗശയ്യയിൽ ഇടക്ക് പോയിരുന്ന് അവർക്ക് ആശ്വാസവാക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊരു പാഠം നമുക്ക് ഇവിടുന്ന് കിട്ടും. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി ഒരു ദിവസം മുമ്പ് പറഞ്ഞ കാര്യമുണ്ട്, നടന്നൊരു കാര്യമുണ്ട്. എന്താ? പ്രവാചക തിരുമേനി അബോധാവസ്ഥയിലേക്ക് മറിയാണ്. ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സിദ്ദീഖിനോട് നിസ്കരിക്കാൻ വേണ്ടി പറയൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു നിസ്കാരം തുടങ്ങിയപ്പോ പ്രവാചകൻ ഇങ്ങനെ വിരിമാറ്റി നോക്കി. പ്രവാചകൻ ഇങ്ങനെ പുഞ്ചിരിച്ചു, ആ വിരി അടച്ചു. മനുഷ്യ ചരിത്രം അറിഞ്ഞില്ല, നിസ്കരിക്കുന്ന സ്വഹാബത്ത് അറിഞ്ഞില്ല. ഞായറാഴ്ച ഇശാ നമസ്കാരത്തിന് പ്രവാചകനിട്ട വിരി ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലെ വിരിയായിരുന്നുവെന്ന് ഒരിക്കലും അവരാരും അറിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച രാവിലെ അള്ളാഹുവിന്റെ റസൂല് ആയിഷ ബീവിയുടെ ബൈന നഹ്രി വ ഹിജ്രി, എന്റെ നെഞ്ചിൻ കൂട്ടിന്റെയും എന്റെ മടിയുടെയും ഇടയിൽ പ്രവാചകൻ ഇങ്ങനെ കടന്നു. കൈകൾ ഇങ്ങനെ ഉയർന്നു. ഇല റഫീഖിൽ അഅല, ഉന്നതങ്ങളിലെ റബ്ബിലേക്ക് ഞാൻ പോവുകയാണെന്ന് പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചു. ആ കൈകൾ ആയിഷ ബീവിയുടെ തുടയലിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് മറിഞ്ഞു വീണു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗമുണ്ടായി.
ആ നേരം വരെയും പ്രവാചകന്റെ വീട്ടിൽ പ്രവാചകന്റെ മുഖം കാണാൻ വരുന്നവർക്ക് പിന്നെ കത്തിക്കാനുള്ള എണ്ണ, വിളക്കിൽ കത്തിക്കാനുള്ള എണ്ണയില്ലാഞ്ഞിട്ട് പ്രവാചകന്റെ തല മറ്റൊരാളുടെ മടിയിലേക്ക് വെച്ചുകൊടുത്ത് അയൽക്കാരികളുടെ അരികിലൂടെ എണ്ണയ്ക്ക് വേണ്ടി ഓടിയത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയുടെ ഭാര്യയായിരുന്നു എന്നത് നമുക്ക് ഓർക്കാൻ സാധിക്കണം. ജീവിതത്തിൽ കുറച്ച് സൗകര്യങ്ങൾ കുറയുമ്പോ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ, ചെത്തിത്തേക്കാത്ത നിലത്തിലേക്കൊന്ന് മാറി താമസിക്കേണ്ടി വരുമ്പോ, വാടക വീട്ടിലേക്കൊന്ന് മാറേണ്ടി വരുമ്പോ, വീട്ടിലെ സൗകര്യങ്ങൾ കുറഞ്ഞു പോകുമ്പോ അല്ലെ, നമ്മൾ അസ്വസ്ഥരാകല്ല വേണ്ടത്. ദരിദ്രനായി ജീവിച്ച് ഫക്കീറായി മരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് ഓർക്കാൻ പറ്റണം. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ വഫാത്ത് നടക്കുമ്പോ എന്താണ് അവിടുത്തെ അവസ്ഥ? കരയുകയായിരുന്നു മദീന കരഞ്ഞതിന്റെ കാരണം സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും പറയുന്നുണ്ട്. അനസ് ബിൻ മാലിക് പറയാണ്, ഉമ്മു ഐമൻ കരയുകയാണ്. ഉമ്മു ഐമനോട് ഞാൻ ചോദിച്ചു, എന്തേ അങ്ങ് കരയുന്നു എന്ന് ചോദിച്ചപ്പോ പറയാ, ഇന്നി വല്ലാഹി ഖദ് അലിംതു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമൂത്ത്, പ്രവാചകൻ വഫാത്താകുമെന്ന് എനിക്കറിയാം. വലാകിൻ ഇന്നമാ അബ്കി അലൽ വഹീ അല്ലദീ ഇൻഖതഅന മിനസ് സമാ, ആകാശത്ത് നിന്ന് വന്നുകൊണ്ടിരുന്ന വഹീ നിലച്ചു പോയല്ലോ, അതോർത്തപ്പോൾ ഞാൻ കരഞ്ഞതാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അപ്പോൾ അദ്ദേഹം വാളെടുത്തുയർത്തിപ്പിടിച്ച്, പ്രവാചകൻ വഫാത്തായി എന്ന് പറയുന്നവരുടെ കയ്യും കാലും ഞാൻ കൊത്തി നുറുക്കും, പ്രവാചകൻ മൂസ അലൈഹിസ്സലാം പോയതുപോലെ പോയതാണ്. ഇനി പ്രവാചകൻ കുറച്ചു ദിവസം കഴിഞ്ഞ് വരുമ്പോൾ പ്രവാചകൻ മരിച്ചു എന്ന് പ്രചരിപ്പിച്ചവർക്കെതിരിൽ ശിക്ഷാ നടപടി എടുക്കാൻ ഞാൻ ആവശ്യപ്പെടുമെന്നൊക്കെ പറയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ശാന്തനാക്കാൻ ശ്രമിക്കാണ്, ആയത്തോതി ബോധ്യപ്പെടുത്താണ്. ഇതാണ് മദീനയിൽ റബീഉൽ അവ്വലിന്റെ ഉറപ്പുള്ള, മരിച്ചു വഫാത്തായി എന്ന് ഉറപ്പുള്ള തിങ്കളാഴ്ച, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീന പള്ളിയിൽ നടക്കുന്നത് ഇതാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതൊക്കെയാണോ? അവര് കരയുകയാണ്, അവര് മധുര വിതരണം നടത്തല്ല, അവര് ദഫ് മുട്ടല്ല, അവര് സ്കൗട്ട് അടിക്കല്ല, അവര് യാസ്വലാത്തി വിളിക്കല്ല, അവര് ശരിയായ വിധത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മരണത്തിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമായിരുന്നു മതിയെന്ന് പാഠമുള്ളവർക്ക് പകർത്താനും അന്വേഷിക്കുന്നവർക്ക് ചിന്തിക്കാനും ഒക്കെ വേണ്ടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണേയെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഈ ഒരു നിമിഷത്തെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ നിമിഷത്തെ നമുക്ക് വേദനയുടെയും സങ്കടത്തിൻ്റെയും ഒരു സന്ദർഭമായിട്ടാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക ചരിത്രം വിലയിരുത്തിയ മഹാപണ്ഡിതന്മാർ അവർ പലപ്പോഴും പറഞ്ഞത്, ലാ യസാലുന്നാസ് ബി ഖൈർ, ജനങ്ങൾ ഖൈറിലാകട്ടെ. മാ തഅജ്ജബ മിനൽ അജബ് ഹാദാ, ഇതെന്തൊരു അത്ഭുതമാണ്. മഅന്ന ശഹ്റ അല്ലദീ ഉലിദ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ജനിച്ച അതേ മാസത്തിൽ തന്നെയാണ്, വഹുവ റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെയാണ്, ബിഐനിഹി അശ്ശഹ്റു അല്ലദീ തൂഫിയ ഫീഹി, പ്രവാചകൻ അവിടെ തന്നെയാണ് വഫാത്തായത്. ഫലൈസൽ ഫർഹു ബി ഔലാ മിനൽ ഹുസ്ൻ, നമ്മളൊരിക്കലും ഇങ്ങനത്തെ ഒരു സമയത്ത് സന്തോഷത്തെ ദുഃഖത്തെക്കാൾ മുന്തിക്കുകയില്ല. വഹാദാ മാ അലൈനാ അൻ നഖൂൽ, ഇതാണ് നമുക്ക് പറയാനുള്ളത്. വമിനല്ലാഹി നർജു ഹുസ്നുൽ ഖുബൂൽ, അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പറയാണ് എന്ന് അബൂ അംർ ഇബ്നു അലാ റഹിമഹുല്ല പറയാനുള്ള കാരണവും അതാണ്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തയും അന്വേഷണവും നമ്മുടെ ജീവിതത്തോട് നമുക്ക് ഇത്തരം മേഖലകളിൽ, ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓരോ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്കൊരു കക്ഷി സംസാരമായി തോന്നേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്നെ മതത്തിൻ്റെ അസ്ലുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിന് അസ്ലില്ല എന്നത് വളരെ ക്ലിയറാണ്. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, റബീഉൽ അവ്വൽ മാസം എത്തുമ്പോൾ അറബിയിൽ ഓതുന്ന ഖുത്ബകൾ, ഇബ്നു നബാത്തുൽ മിസ്രി റഹിമഹുല്ലയുടെ ഖുത്ബയിൽ ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ മുന്നത്തെ ആഴ്ച നമ്മുടെ പള്ളിയിൽ വെട്ടത്തൂർ ജുമാ മസ്ജിദിൽ നടത്തിയ ഖുത്ബ പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചാണ്, ജനനത്തെക്കുറിച്ചല്ല. ജനനത്തെക്കുറിച്ച് ആ ഖുത്ബയിൽ ഇങ്ങനത്തെ ആഘോഷങ്ങൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങളുമില്ല, മറിച്ച് വഫാത്തിനെ കുറിച്ചാണ് അവിടെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് പ്രവാചകന്റെ വഫാത്ത് പഠിക്കുന്നവർക്ക് അതിൽ ധാരാളം പാഠങ്ങളുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാചകന്റെ ചര്യകൾ പിൻപറ്റിക്കൊണ്ട്, പ്രവാചകന് വേണ്ടി പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ട് ഇവിടുത്തെ നാസ്തികരും അല്ലാത്തവരൊക്കെ എന്തൊക്കെ ആരോപണങ്ങളാണ് സുഹൃത്തുക്കളെ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കല്യാണ സദസ്സിൽ വെച്ച് ഞാൻ മുതിർന്ന നമ്മുടെ നാട്ടിലൊരാളെ കണ്ടു. അദ്ദേഹം ഇങ്ങനെ ഒരാളെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു.
ഞാൻ അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനൽ കാണിച്ചു കൊടുത്തു. ഇവിടുത്തെ നാസ്തികർ പറയുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണോ ആ വിമർശനങ്ങളൊക്കെ അൽഹംദുലില്ലാ ഈ കൂട്ടായ്മ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഡയലോഗ് TV എന്നുള്ള ഇത് നിങ്ങളൊന്ന് എടുത്തു നോക്ക്. നാസ്തികർ എന്താണോ പറഞ്ഞത് അതിൽ ഒന്നിനു പോലും മറുപടി പറയാതെ ബാക്കി വെച്ചിട്ടില്ല. അതാണ് പ്രവാചക സ്നേഹം. ആ പ്രവാചക സ്നേഹം ഇവിടെ വേറെ ആരാണ് കാണിക്കുന്നത്? ആ പ്രവാചക സ്നേഹം ഇവിടെ വേറെ ആരാണ് കാണിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ ഈ രംഗത്ത് ഗൗരവപൂർവ്വം ചിന്തിക്കണം. നമുക്കൊക്കെ അറിയുന്നത് പോലെ 2025 പരിശുദ്ധ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് സെപ്റ്റംബർ 23 അവസാന തീയതി. ആ കാര്യം നമ്മളെ ശ്രദ്ധയിൽ ഉണ്ടാകണം. ഹജ്ജിന്റെ അവസ്ഥ എത്തിയാളെ ഹജ്ജ് ചെയ്യാതെ മരിച്ചാൽ അവന് ജൂതൻ മരിക്കണ പോലെ മരിക്കുന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഒക്കെ ശരിയായതിൻ്റെ ശേഷം കുറച്ച് വയസ്സായിട്ട് ഹജ്ജിന് പോകാന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. വയസ്സാകാൻ ചിലപ്പോൾ നമ്മൾ ബാക്കി നിന്നോളണം എന്നില്ല. അതുകൊണ്ട് കാര്യങ്ങളെ ഗൗരവപൂർവ്വം എടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ യഥാർത്ഥ മൂമിനുകളിൽ മുഖ്ലിസുകളെ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദിൽ ശിർക്ക് വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.